റാണീസ് കിച്ചണിൽ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ റോസ്റ്റാണ്. ഇത് തയ്യാറാക്കുവാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഒരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കറി മസാലപ്പൊടി. ഇത്രയും കൂടി കൈവച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായി ഒന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർക്കുകയാണ്. ഇതും കൂടി കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. മസാലകളെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് നേരം വെച്ചേക്കാം. ഇനി നമുക്ക് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. 4 ഗ്രാമ്പൂ, കുറച്ച് കറുകപ്പട്ട, ഇത്രയും കൂടി ചേർത്തു. ഞാനിതിലേക്ക് ഒരു 2 വലിയ സവാള അരിഞ്ഞത് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഇട്ട് ഒന്ന് നന്നായി വഴറ്റണം. രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് വഴറ്റാൻ ഉള്ളിയിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴന്ന് വരും. ഉപ്പ് കൊണ്ട് ചേർത്ത് ഉള്ളി നന്നായി ഇളക്കി വഴറ്റിയെടുക്കാം. വഴന്ന് വന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ പുരട്ടി വയ്ക്കാനായിട്ട് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മതി. അതും കൂടെ ചേർത്ത് വഴറ്റാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം.
അതിലേക്ക് ഞാനൊരു വലിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കരിയാതിരിക്കും. തക്കാളി നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഉള്ളിയും കൂടി നന്നായി വഴന്ന് ചേരും. നന്നായി കുഴഞ്ഞു വരും. ഉള്ളിയും കൂടെ തക്കാളിയും സവാളയും എല്ലാം നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വരണം. ഇതിലേക്ക് ഞാൻ നേരത്തെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. ഞാനൊരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തത്. ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂണാണ് ഇട്ടത്. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആദ്യം ചിക്കനിലിട്ടു, പിന്നെ ഉള്ളിയിലിട്ടു. അത് മതിയാകും ഉപ്പ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം വെച്ചേക്കാം. അപ്പോഴേക്കും ഇതിൽ നന്നായി ആവിയൊക്കെ കയറി വരും. കുറച്ച് സമയം കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുമ്പോൾ ആ ചിക്കനിൽ നിന്ന് നല്ല ചൂടായ ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. ഒന്ന് വെള്ളമൊക്കെ ഊറി വന്ന ശേഷം ലോ ഫ്ലെയിമിലാക്കണം. ചിക്കൻ വേവാൻ ഏതാണ്ട് അരമണിക്കൂർ സമയമെങ്കിലും എടുക്കും. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചൊക്കെ വേവിക്കുന്നത് കൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ വേവിക്കണം. വെള്ളം ഒഴിക്കാതെ വേവിക്കണം. റോസ്റ്റ് ആയതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല. അത് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇതിന്ന് ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ വെന്തോ എന്ന് നോക്കാം. കറിയുടെ ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ചിക്കൻ വെന്തിട്ടുമുണ്ട്. അതൊന്ന് നന്നായി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. മല്ലിയില ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് എല്ലാം കാണണം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം
5-10 മിനിറ്റ് അടച്ച് തന്നെ വെച്ചേക്കാം. ഈ പാനിൽ തന്നെ വെച്ചേക്കണം. അപ്പോൾ നന്നായി നല്ല ഡ്രൈ ആയി വരും. അതിനുശേഷം തുറക്കാം. നല്ല ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ചപ്പാത്തി, പൊറോട്ട, അപ്പം എല്ലാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. താങ്ക് യു.